എൻ്റെ മനസ്സ് മുഴുവനുമേ ഈ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേന് കുഞ്ഞോർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു, അച്ഛൻ മരിച്ചു. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാനു. അയ്യടാ പാവം രേണു, എന്ത് സ്നേഹമല്ലേ മക്കളോട്. ഇത്രയും സ്നേഹമുള്ളൊരമ്മയെ ഇനി ലോകത്ത് കിട്ടാനില്ല എന്നതാണ് സത്യം. എല്ലാ മാതാപിതാക്കൾക്കും മക്കളോടൊരു സ്നേഹമുണ്ട്, അത് ശരിയാണ്. അത് രേണുവിനും ഉണ്ടായിരിക്കും എന്ന് കരുതി ഇത്ര അങ്ങ് ചെളി വാരി തേക്കണോ രേണു? ഋതപ്പൻ ഓർക്കൂന്ന്, എന്താ അമ്മ മരിച്ചുപോയി ടി വി കാട്ടുമ്പോഴെന്ന്. സുധി മരിച്ചുപോയി ടി വി കാട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞതങ്ങ് മനസ്സിലാക്കി കൊടുത്തേക്കണം. ഇപ്പോൾ ബിഗ് ബോക്സിൽ പോണ കാര്യം ആ കൂടെ നിൽക്കണവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, സുധിച്ചേട്ടൻ എൻ്റെ മക്കളെ ഞാൻ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കണത്. അതെങ്ങനെയാ? ഒരു കൊച്ചു കൊല്ലത്ത്, അവിടെ ഒരു സുധി, ഒരു കൊച്ചു ഇവിടെ, അവിടെ ഒരു സുധി, ആകെ ഒരു സുധിയല്ലേ രേണു ഉള്ളൂ. സാധാരണ എല്ലാവരും പറയും ആത്മാവ് കൂടെ ഉണ്ടാവും, ഓ എൻ്റെ മക്കളുടെ കൂടെ ആത്മാവ് ഉണ്ടാവും, അവരെ സംരക്ഷിച്ചോളൂ എന്ന്. ഇത് വീണോടത്ത് കിടന്ന് ചുമ്മ അങ്ങ് ഉരുളുവാണ്. മക്കളുള്ള സ്നേഹം ഇവർ പറയും. ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്. അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് പക്ഷെ സ്വന്തം സുഖം ബിഗ് ബോസിൽ ഈ കാണിക്കും ഇത്രയും ജനങ്ങൾ. ഈ പറയുന്ന ഞാനും കാണുന്നതാണ്. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, വേറെ ആർട്ടിസ്റ്റിനെ കുറ്റം പറയണതല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ഒന്നടങ്കമുള്ള ആർട്ടിസ്റ്റിനെ അതായത് കീറി മുറിക്കുകയാണ് ഇപ്പം രേണു. അതായത് ഈ സുധി എന്നൊരു പേര് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രേണു ഒന്നുമല്ല. കാരണം സുധി എനിക്കറിയാം, കാരണം സുധി എനിക്കറിയാം. ഞാൻ GP പോസ്റ്റേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അതുവഴി പോകുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടാ എല്ലാവരും അവിടെ വന്ന് ആ ചേച്ചി എന്നൊരു വിളി വിളിച്ചിട്ട് പോണത് ഇപ്പോഴെന്റെ മനസ്സിലാവും. പക്ഷെ ഈ രേണുവിന് സുധി എന്നൊരു പേര് നഷ്ടപ്പെട്ട രേണു വെറും സീറോയാണ്. അത് ചേച്ചി ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഈ സുധിച്ചേട്ടന്റെ മരണം ഒരു അനുഗ്രഹമായിട്ട് അനുഗ്രഹം തന്നെയാണ്. ഇപ്പൊ അത് വെച്ച് കച്ചവടം ചെയ്യാണ്. കാരണം സുധി എന്നൊരു പേര് വെച്ച് ഈ രേണു കച്ചവടം ചെയ്യാണ്. ഇപ്പം അവിടെ ചെന്ന് രേണു ഇപ്പൊ ഒരു 10 എടുത്തു വെച്ച് പറയണ, അത് പറയണതിൽ ഒരു വേർഡ് വാക്കുണ്ട്. കാരണം അത് പറയുന്നുണ്ട്, കാരണം കണ്ണുമില്ല. എൻ്റെ പൊന്നു രേണുമോളെ, നിൻ്റെ മുഖംമൂടികൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് നീ അറിയുന്നില്ലല്ലോ പാവം. ബിഗ് ബോക്സിൽ ഇങ്ങനെ കളിച്ചു മറിഞ്ഞ് നടക്കുമല്ലേ. എന്ത് കളിക്കാൻ, മൂലയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഒരു അബോർഷൻ്റെ കഥ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഹനാൻ അത് പുറത്താക്കിയിട്ടുണ്ട്. അത് സത്യമുള്ള കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഹനാൻ അറിയാം, നിമിഷയ്ക്കറിയാം. അതായത് നമ്മുടെ രേണു സുധിക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസിനും അറിയാം. ഫിറോസിന് നേരത്തെ അറിയായിരുന്നു, ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് ഫിറോസ് അറിഞ്ഞതാണ്. ഇത് പുറത്തു വിട്ടിട്ടില്ല. ഇത്രയൊക്കെ അവർ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഈ രേണു സുധിയെ അവർ മോശക്കാരായിട്ട് ഫിറോസ് സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പേജിൽ ഫിറോസ് പറയുന്നത് ഈ സംഭവം ഞാൻ അറിഞ്ഞതാണെന്ന്. ആ സുധിച്ചേട്ടൻ്റെ ഒരൊറ്റ പേരിൽ മാത്രമാണ് രേണു ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അത് രേണുവിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രേണു നന്നായിട്ട് അത് മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഹനാൻ പറയുന്നുണ്ട്, കിച്ചു പൈസ ചോദിച്ചു കഴിയുമ്പോൾ പൈസ നല്ല സ്നേഹത്തോടുകൂടി അയച്ചു കൊടുക്കും. ആ ഫോണങ്ങ് വെച്ച് കഴിയുമ്പോൾ ആ കിച്ചുവിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ കിച്ചു ചാനൽ തുടങ്ങി കിച്ചുവിൻ്റെ വരുമാന മാർഗം നോക്കിയിട്ടുണ്ട്. അതായിരിക്കും ആ കുട്ടി അതിൻ്റെ വരുമാന മാർഗം നോക്കിയത്. എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ബിഗപ്പൻ ഇപ്പോഴെങ്ങും രേണുവിനെ പുറത്താക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാം അരച്ചു കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ രേണുവിനെ കുറിച്ച് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരറിയുന്നുണ്ട്. അപ്പോൾ ആകെ ഇപ്പോൾ ഒരു ഫേമസ് ആയി നിൽക്കുന്നത് രേണുവാണ്. അപ്പോൾ രേണുവിനെ ഇപ്പോഴെങ്കിലും പുറത്തേക്ക് ആക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.